ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റ് ചെയ്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിന് അവധിയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ അത് ചെയ്തില്ല, ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ജസ്റ്റ് ഇന്നലത്തെ സംഭവവികാസങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എല്ലാവരും വണ്ടർ അടിച്ചിരിക്കുമായിരുന്നു മാർക്കറ്റിൻ്റെ വരവ് കണ്ടിട്ട്, അല്ലേ? ഒരിക്കലും പോലും ഒരു മനുഷ്യൻ പോലും പ്രതീക്ഷിച്ചില്ല. വളരെ 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 ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഇന്നലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതേ രീതിയിലായിരുന്നു മാർക്കറ്റിൻ്റെ ബിഹേവിയർ. ഒരു എത്തും പിടിയും തരാത്ത രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്തു. അപ്പം ഇന്നലത്തെ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്സുകളിലൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കതിനെ മെൻ്റലി എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളതിലാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വാദത്തിന് വേണമെങ്കിൽ പറയാം, ഓക്കെ ഇതാ നോക്കി ഞാൻ പറഞ്ഞ പ്രകാരം വർക്ക് ചെയ്യുന്നൊക്കെ പറയാം. പക്ഷേ എത്രത്തോളം, പ്രത്യേകിച്ച് ഇന്നലെ എക്സ്പയറി ആയിരുന്നു, അല്ലേ? അപ്പോൾ ആ എക്സ്പയറി ഡേയിൽ പ്രീമിയത്തിന് DK വരും, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ നെക്സ്റ്റ് എക്സ്പയറിൽ ട്രേഡ് ചെയ്തവർ, അല്ലെങ്കിൽ മന്ത്ലി എക്സ്പയറിൽ ട്രേഡ് ചെയ്തവരൊക്കെ ആണെന്നെങ്കിൽ ഓക്കെ. അല്ലാത്തവർക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റി എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ആസ് പെർ ചാർട്ട് ഞാൻ പഠിപ്പിച്ച പ്രകാരം അത് മാത്രം കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ അവർക്ക് കയറാനുള്ള ഈ ഒരു ക്യാൻഡിൽ കയറാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇതൊരു 20 പോയിൻറ്റിൻ്റെ ക്യാൻഡിലാണ്, ഇവിടെ കയറാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിന് ശേഷം പക്ഷേങ്കിൽ അവർ ഇവിടെ വരെ വന്നതിന് ശേഷം എത്ര നേരം ഹോൾഡ് ചെയ്യുന്നുള്ളതാണ്. കാരണം ഒരു 1-2 മണിക്കൂറെങ്കിലും ഹോൾഡ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ന്യായമായിട്ടുള്ളൊരു പ്രോഫിറ്റ് അവർക്ക് കിട്ടാനുള്ള സാധ്യത. നെക്സ്റ്റ് എക്സ്പയറി ആണെങ്കിൽ ഓക്കെ, അല്ല ഇത് അവസാനം വരെ ഹോൾഡ് ചെയ്തവർക്ക് ഒരു നല്ല ഗെയിൻ ഉണ്ടായി കാണും. പക്ഷേങ്കിൽ ഞാനും വിശ്വസിക്കുന്നില്ല എത്ര പേർക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം. പറയാനൊക്കെ പറ്റും, പക്ഷേങ്കിൽ ലൈവിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. പിന്നെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പറയുന്നത് ഇതാണ് ബിഗിനേഴ്സിന്. അല്ലാത്തവർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്, സ്കാൽപ്പേഴ്സിനും അല്ലെങ്കിൽ പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡർക്ക്, പിന്നെ റിസ്കി ട്രേഡേഴ്സിനൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഈ ബിഗിനേഴ്സിന് ഒന്നിത്, രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി ഇത്. ഈ 2 ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ ശ്രദ്ധയിൽ കണ്ണിൽ പെട്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങളെങ്ങനെ പിന്നെ മാർക്കറ്റിനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക, അത്രമാത്രം പറയാനുള്ളൂ. എന്നാലും നഷ്ടം ആയിരിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇനി ആ ചിന്തയ്ക്ക് മാറ്റം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. അപ്പോൾ തന്നെ പലരും ധാരാളം സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, എനിവേ നമ്മളതൊന്നും കാര്യമാക്കുന്നില്ല. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്, ഈ 2 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം മാർക്കറ്റിൽ ഇന്നലെ മാർക്കറ്റ് വീഴാനുള്ള പല കാര്യങ്ങളിൽ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ ന്യൂസുകൾക്കകത്ത് നിന്ന് കേട്ടത്, പിന്നെ US മാർക്കറ്റ് ഒരു നല്ല ഹൈ വാല്യുവേഷനിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് അവിടെ ഒരു ഡീപ്പ് കറക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഒരു കമൻറ്റ്, ഒരു ന്യൂസ് പൊട്ടിപ്പുറപ്പെട്ടു. മനസ്സിലായി? ആ ന്യൂസിൻ്റെ ബേസിലാണ് മാർക്കറ്റ് പെട്ടെന്ന് തന്നെ ഒരു ഫോൾ ഉണ്ടാകാൻ കാര്യം എന്ന് ഒരു ന്യൂസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അങ്ങനെയാണ് ഏകദേശം 400 പോയിൻറ്റോളം. അതേ സമയത്ത് ഞാൻ US ഫ്യൂച്ചർ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇതാണ് ഇന്നലത്തെ മാർക്കറ്റ്, ഇതാണ് 4-ാം തീയതി കണ്ടോ, ഇന്നലത്തെ മാർക്കറ്റ് ഇതാണ്. ഇവിടുന്ന് ഭയങ്കരമായിട്ടൊരു ഫോള് മാർക്കറ്റ് 4-ാം തീയതി ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 47,400 മുതൽ നമുക്ക് അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 47,400 മുതൽ ഏകദേശം ഒരു 600 പോയിൻറ്റിൻ്റെ ഫോൾ, രാവിലെ 600 പോയിൻറ്റിനടുത്തുള്ളൊരു ഫോളാണ് US ഫ്യൂച്ചറിന് അതിൽ ഉണ്ടായത്. അപ്പോൾ ഇതേ ഒരു ഫോൾ തന്നെ നമുക്കിപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കണ്ടോ, അതേ ഒരു പാറ്റേൺ ആണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത് 4-ാം തീയതി. ഇത് നോക്കുക, ഇതാണ് US ഫ്യൂച്ചറിൻ്റെ കണ്ടോ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ 4-ാം തീയതി വെളുപ്പിനോ ചെയ്ത, ഇവിടെ നമുക്കൊരു 6 മണി, ഇത് ഇവിടുത്തെ സമയം നോക്കുന്നത്, ഇത് നാട്ടിലെ സമയമല്ലേ, 9 മണി നോക്കാം. 9 മണിക്ക് ഇവിടെയാണ്. ഓക്കെ,
ഇവിടെ മുതലാണ്. ഇതാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സ്ഥലം. നോക്കിക്കേ, US മാർക്കറ്റ് വീണ അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ മാർക്കറ്റും അതുപോലെ തന്നെ വീണേക്കുന്നത്. ഓക്കെ, ചിലർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല, US മാർക്കറ്റ് നമ്മളങ്ങനെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്, ഈ ഒരു ഫോളോ. അപ്പം ഇത് സംഭവിച്ചത് എന്താണ്, ഒരു ഗ്ലോബലി ഉള്ള ഒരു ഇമ്പാക്റ്റാണ് നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. അല്ല നമ്മുടെ മാർക്കറ്റിലെ ലോക്കലി ഉള്ള ന്യൂസോ ഇന്ത്യയിലുള്ള ന്യൂസോ അല്ല, മറിച്ച് ഗ്ലോബലി ഉള്ള ഒരു ഇമ്പാക്റ്റാണ് മാർക്കറ്റിൽ. ഓക്കെ, അപ്പം കാര്യം മനസ്സിലായല്ലോ. അപ്പം ഇതാണ് ഒരു ഗ്ലോബലി ഉള്ള ഒരു ഇമ്പാക്റ്റാണ് നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചത്. അപ്പോൾ ഇനി ഇതിൻ്റെ റിക്കവറി എങ്ങനെയാണ്? നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഹോളിഡേ ആണ്. അപ്പം ഇത് ഇപ്പോൾ അവസാനം ഇപ്പോൾ മാർക്കറ്റ് ചെറുതായിട്ട് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് അടുത്ത ദിവസങ്ങളിൽ ഇനി സംഭവിക്കാൻ പോകുന്നുള്ളത്. നമുക്കൊന്ന് നോക്കാം. ഒരു മിനിറ്റ്, റിക്കവറി ഇവിടെ ഒന്ന് കാണിച്ചേക്കാം. അപ്പം ഇവിടുന്ന് US മാർക്കറ്റ് ഇപ്പം അതിനുശേഷം റിക്കവറി ഈ പോയിന്റിലാണ് മാർക്കറ്റ് നമ്മൾ അവസാനിച്ചത്. അതിനുശേഷം മാർക്കറ്റ് ചെറുതായിട്ട് ഒന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100-300 പോയിൻറ്റിൻ്റെ ഒരു റിക്കവറി ഇപ്പോൾ നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ കാരണം ഇനിയിപ്പം ധാരാളം ന്യൂസുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ആ ന്യൂസുകളോട് നമ്മൾ ഒന്ന് ചിന്തിച്ചെങ്കിൽ ബാക്കി ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ മാർക്കറ്റിൻ്റെ ഈ ഫോള് നമ്മൾ വളരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഗ്ലോബലി ഉണ്ടായ ഒരു സംഭവവികാസന അടിസ്ഥാനത്തിലാണ് നമ്മുടെ മാർക്കറ്റിലും ഒരു ഫോൾ ഉണ്ടായത്. അല്ലാതെ നമ്മുടെ ലോക്കലി ഉണ്ടായ ന്യൂസിൻ്റെ പുറത്തോ അല്ല വേറെ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പുറത്തോ അല്ല. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ആ കാര്യം അവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഒരു 3-4 ന്യൂസുകളൂടെ ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇനി മാർക്കറ്റിൻ്റെ അടുത്ത നിലപാട് എന്താണ്, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം ഇന്ന് ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതെടുക്കണം, വൈറ്റ് ബോർഡ് എടുക്കണം. വൈറ്റ് ബോർഡ് ഇവിടെ. ഓക്കെ, ഒന്നാമത്തെ കാര്യം MSCIയുടെ ഇൻഡെക്സ് റീബാലൻസിങ് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. റീബാലൻസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എപ്പോഴും കേട്ടിട്ടുണ്ട് MSCI. എന്താണ് ഈ MSCI എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഓക്കെ, ഇതൊരു പിന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവർ ആണ് റേറ്റിംഗ് കൊടുക്കുന്നതും ഓരോ എമർജിങ് മാർക്കറ്റിൽ ഫണ്ട് ഇൻഫ്ലോ ചെയ്യുന്നതും വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യ മാത്രമല്ല, ലോകത്താകമാനം എല്ലായിടത്തും ഇവരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനും മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചും പിന്നെ അവർ ഫണ്ട് ഇറക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ കമ്പനിയാണ് MSCI, മോർഗൻ സ്റ്റാൻലി എന്ന് പറഞ്ഞ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇവരുടെ റീബാലൻസ്, ഇവരാണെങ്കിൽ വർഷത്തിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ റീബാലൻസ് ചെയ്യും. ഓരോ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ ഏറ്റവും കൂടുതൽ പിന്നെ വാല്യുവേഷനുള്ള സ്റ്റോക്കുകളിൽ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിന് വാല്യുവേഷൻ കുറഞ്ഞ സ്റ്റോക്ക് വീണ്ടും വാങ്ങിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. ഇതിങ്ങനെ ഇട്ടൊരു സുഖമില്ല കാണാനല്ലേ, അത് കണ്ടിട്ടൊരു സുഖമില്ല അങ്ങനെ കാണിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നവംബർ 5-ാം തീയതി റീബാലൻസിങ്, മോർഗൻ സ്റ്റാൻലിയുടെ റീബാലൻസിങ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തിൽ ഫണ്ട് ഇൻഫ്ലോ വരാൻ സാധ്യതയുണ്ട്, ഔട്ട്ഫ്ലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളിലൊക്കെ ഈ ഇൻഫ്ലോ വരുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഡെക്സ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ല ഔട്ട്ഫ്ലോ വരെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ വെയിറ്റിനനുസരിച്ച് ഇൻഡെക്സ് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതെന്നുള്ളത് ഇന്നാണ് അവർ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇൻഡെക്സുകൾ മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഓൾറെഡി പിന്നെ അടുത്ത വർഷം മാർച്ച് മുതൽ ബാങ്ക് നിഫ്റ്റിയിലെ വെയിറ്റേജിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ സെബി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി 2 വീഡിയോ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിന് 20% കൂടുതൽ വെയിറ്റേജ് പാടില്ല. HDFCക്ക് ഇപ്പം നിലവിൽ 27% വെയിറ്റേജ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അത് 20% കൂടാൻ പാടില്ല. നമ്മുടെ പിന്നെ ICICIക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 23% മുകളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റിലയൻസിന് നമ്മുടെ നിഫ്റ്റിയിലാണെങ്കിൽ റിലയൻസിന് ഒരു പക്ഷേ ചിലപ്പോൾ വെയിറ്റേജ് കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം 20% അതിനില്ല. അപ്പം ഇങ്ങനെയൊക്കെ പല പല സംഗതികൾ ഈ ആഴ്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ നവംബർ 5-ന് പ്രഖ്യാപിക്കുമെങ്കിലും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് നവംബർ 24-നാണ്.
നവംബർ 24 മാത്രമേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേങ്കിൽ ഈ ന്യൂസ് വരുന്നതോടുകൂടെ ഈ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇൻഫ്ലോ വരുന്നത് അതിനനുസരിച്ച് ആ സ്റ്റോക്കുകളൊക്കെ മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന്. അതിനകത്തിൽ ഏറ്റവും നഗരത്തിലെ സംസാര വിഷയം എന്ന് പറഞ്ഞത് ABC ക്യാപിറ്റൽ എന്ന് പറയുന്ന, അത് നമ്മുടെ ഹെവി വെയിറ്റ് നമ്മുടെ ഇൻഡെക്സിനകത്തിലുള്ള ഇല്ലാത്തതാണ് എങ്കിലും, അതായത് നിഫ്റ്റി 50 ഇല്ലാത്തതാണെങ്കിൽ ABC ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിലേക്ക് ഇൻഫ്ലോ വരാൻ സാധ്യത കൂടുതലാണ് എന്നൊരു ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സത്യമാണോ എനിക്കറിയത്തില്ല. ഇനി എന്തായാലും അത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എവിടെയൊക്കെ വന്നു എവിടെയൊക്കെ വന്നില്ല എന്നുള്ള കാര്യം. നമ്മൾ പറഞ്ഞ സമയം കിട്ടുന്നില്ല. അപ്പോൾ അടുത്ത ന്യൂസിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നവംബർ 6 സുപ്രീം കോടതിയുടെ US സുപ്രീം കോടതിയുടെ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിധി വരാനുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അവിടെ വിധി എന്ന് പറഞ്ഞാൽ താരിഫ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതുമല്ല, US പ്രസിഡൻറ്റിന് ഇങ്ങനെ താരിഫ് നിശ്ചയിക്കാനുള്ള അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് സുപ്രീം കോടതി നാളെ ഒരു തീരുമാനം പറയാൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിനകത്തിൽ ഇങ്ങനെ ഗ്ലോബലി ഇങ്ങനെ നമ്മുടെ അന്താരാഷ്ട്ര വ്യാപാര കമ്മിറ്റിയുടെ ഇതില്ലാതെ നിങ്ങൾക്ക് പിന്നെ ഈ പ്രസിഡൻറ്റിന് മാത്രമായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും പിന്നെ ഇങ്ങനെ താരിഫ് നിശ്ചയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ് കോടതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പല കോടതികളും അതിനെതിരെ വിധിച്ചിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി വന്നുകൊണ്ട് ഇതിനൊരു ഡയറക്ഷൻ നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സുപ്രീം കോടതി പറയുകയാണ് ഈ ട്രംപിന്, അതായത് US പ്രസിഡന്റിന് മാത്രമായിട്ട് ഇങ്ങനൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്ലോബലി അത് വലിയൊരു പോസിറ്റീവിനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ അടിച്ച് താരിഫ് എല്ലാം എന്ത് ചെയ്യും, ക്യാൻസലാകും. പക്ഷേങ്കിൽ നമുക്ക് അണ്ണനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അണ്ണൻ്റെ കയ്യിൽ ഒരു പ്ലാൻ B കാണും. ഇങ്ങനെ പുള്ളി ആരാ മുതലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം പ്ലാൻ B അവരുടെ കയ്യിൽ കാണും. സപ്പോസ് ഇങ്ങനെ വല്ലതും സുപ്രീം കോടതിനെതിരായിട്ടൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കത്തക്ക രീതിയിൽ വേറെ എന്തെങ്കിലും പദ്ധതി പുള്ളിയുടെ മനസ്സിൽ കാണും. അപ്പം അത് എന്തൊക്കെയാണ് പുള്ളി ഭ്രാന്ത് പിടിച്ച് ചെയ്യാൻ പോകുന്നുള്ള കാര്യം ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവിക്കുന്നത്. നിങ്ങൾ എന്തായാലും ന്യൂസുകളൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ US വേറൊരു പ്രശ്നം കൂടെ. നമ്മുടെ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു സൊഹറാൻ മംദാൻ എന്ന് പറഞ്ഞ ഒരു 34 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ ന്യൂയോർക്കിൻ്റെ മേയറാവുകയാണ്. ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് ജയിച്ചു മേയർ സ്ഥാനത്തേക്ക് വിജയിച്ചു. പുള്ളി ഡെമോക്രാറ്റാണ്. ഓക്കെ, അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയെ മലത്തി അടിച്ച് ഡെമോക്രാറ്റുകൾ ഇവിടെ വിജയം നേടി. പ്രത്യേകിച്ച് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു സിറ്റിയാണ് ന്യൂയോർക്ക്. ഒരു ഗവർണറായിട്ടാണ് ന്യൂയോർക്ക്. അതിൻ്റെ മേയറായിട്ട് ഒരു ഇന്ത്യൻ വംശജൻ, ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വംശജൻ അതിൻ്റെ മേയറാകുന്നത്. അപ്പം ഓൾറെഡി പിന്നെ ഇതിനോട് ട്രംപിന് കലിപ്പുണ്ട്. പുള്ളി പറഞ്ഞു അങ്ങനെ മംദാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നത്. മംദാൻ അങ്ങനെ മേയർ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് ഫണ്ട് ഞാൻ വെട്ടിക്കുറയ്ക്കുന്നൊക്കെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഇനി അണ്ണൻ എന്താ കാണിച്ചു കൂട്ടുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും വളരെ US വളരെ കലുഷിതമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കീനായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഇതൊക്കെ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്ന ന്യൂസുകൾ. മാർക്കറ്റ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയിലും ഏകദേശം നമ്മുടെ നിഫ്റ്റി 100 പോയിൻറ്റോളം ഇന്നലെ റിക്കവറി ചെയ്തായിരുന്നു. പക്ഷേ രാത്രിയായപ്പോൾ വീണ്ടും അത് തദൈവ എന്ന് പറഞ്ഞ് നേരെ താഴെ പോയി. അപ്പം ഇപ്പം നിലവിൽ US മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്രയും റിക്കവറി ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നിഫ്റ്റിയും അതുപോലെ തന്നെ ഇവിടുന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അടുത്ത ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നിഫ്റ്റി നമ്മളൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ചുമ്മാതെ നിഫ്റ്റി ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം നിഫ്റ്റിയുടെ ഒരു സംഭവം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം ഇതൊക്കെ കാണാൻ പറ്റിയൊരു സംഭവം നോക്കിക്കേ. നമ്മൾ ഇതിനകത്തോടെ ഒരു ശൂലം നിഫ്റ്റിയാണ് ഈ കാണുന്നത്. ചുമ്മാ നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, അല്ല വേറെ ഒന്നുമല്ല. നിങ്ങളത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ചാർട്ട് കൊണ്ട് നമ്മൾ ചാർട്ട് വരയ്ക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് മഹാസമുദ്രത്തിൽ നിന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ കൃത്യമായി ചാർട്ട് പഠിക്കുകയും ചാർട്ട് വരയ്ക്കാൻ പഠിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റോക്കിലാണെങ്കിലും ഇൻഡെക്സിലാണെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിലാണെങ്കിലും അമേരിക്കൻ മാർക്കറ്റിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. വരയ്ക്ക് അതിന് ഒരു ഒരു അതിർവരമ്പുകളില്ല. അതായത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിഫ്റ്റി മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ, ബാങ്ക് നിഫ്റ്റി മാത്രം വരയ്ക്കാം, അങ്ങനെയൊന്നും അല്ല. ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇൻഡെക്സിലാണെങ്കിലും ഏത് സ്റ്റോക്കിലാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായി വരച്ച് അതിൻ്റെ
കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാൻ ഇത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഡേ ചാർട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇതിൻ്റെ നടുക്കൂടെ ഞാനൊരു ശൂലം വരച്ചിട്ടുണ്ട്, കണ്ടോ? ഈ ശൂലം വരച്ച് ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി പൊട്ടിയപ്പോഴും കറക്റ്റായിട്ട് ഇതാ നോക്കിക്കേ, ആ പോയിന്റിൽ വന്നാണ്. ഇത് പണ്ടേ ഇത് ഇന്നൊന്നും നേരം വരച്ചിട്ടല്ല, പണ്ടേ വരച്ചിട്ട സാധനമായത്. അപ്പോൾ കറക്റ്റായിട്ട് അതേ ട്രെൻഡ് ലൈൻ വന്ന് തട്ടി മാർക്കറ്റ് ഡേ ക്യാൻഡിലാണ് തട്ടി നേരെ ധരിച്ച് റിവേഴ്സ് ചെയ്തു. അപ്പോൾ ഈ ഇങ്ങനൊരു റിവേഴ്സൽ ഞാൻ ഇത് ഞാനിങ്ങനെ നോട്ടീസ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചുമ്മാ നോക്കി എന്താണ് ഇനി മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളോട് സംസാരിക്കണമെന്നതിന് മുന്നേ നമ്മളൊരു വർക്കൗട്ട് നടത്തണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എന്താ നോക്കിക്കേ, ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റിയാണ് ഈ കാണുന്നത്. നിങ്ങൾ മറന്നുപോലെ ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ടായി അല്ലേ? അപ്പോൾ ഇതേ സംഭവ വികാസങ്ങൾ തന്നെ ഇവിടെ പലയിടത്തും നടന്നിട്ടുണ്ട്. അതാ നോക്കിക്കേ, ഇവിടെ റിജക്ഷൻ ഉണ്ട്. ഇത് പോട്ടെ, ഇത് വേണ്ട. ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് നേരെ തിരിച്ചു പോയി. ഇവിടെ റിജക്ഷൻ ഉണ്ടായിട്ട് ഈ ലൈനിലാണ് ഇവിടെ റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് നേരെ തിരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ തിരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈന്, ഈ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഈ ലൈൻ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ലൈനാണ്. പലപ്പോഴും മാർക്കറ്റ് ഇവിടെ വന്നിട്ട് താഴെ നിന്ന് മേലോട്ട് കയറിയപ്പോൾ റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് പോയി. പക്ഷേ ഇവിടെ മോളിൽ നിന്ന് വന്ന് താഴോട്ട് വീണ് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടുന്ന് പല പ്രാവശ്യം ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ ഈ ലൈൻ കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ട് പിന്നെ ഇവിടെ വന്ന് മുകളിലോട്ട് കയറിയതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഇത് ബ്രേക്ക് ഔട്ട് നടത്തിയതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തേക്കാണ്. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, ഇത് ഗിഫ്റ്റ് നിഫ്റ്റിയാണ് വീണ്ടും പറയുന്നത്. അല്ല, ഈ റിജക്ഷൻ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ഇവിടെ തിരിച്ച് മേലോട്ട് കയറും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എന്നാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനിയും മാർക്കറ്റിലോട്ട് വരാം. ഇപ്പോൾ നമുക്കിനി എന്താ നോക്കണ്ടേ? മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡേ ക്യാൻഡിലോട്ടൊന്ന് പോയി നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഡേ ക്യാൻഡിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പണ്ട് അവിടെ വരച്ചിട്ടിട്ടുണ്ട് ഓൾറെഡി സംഭവങ്ങളല്ലേ അല്ലേ? നോക്കിക്കേ, നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നത് ഇത് ഹയർ ഹൈ ഒരു ഫോർമേഷൻ ഉണ്ടായി, ഹയർ ഹൈ ഫോർമേഷൻ ഉണ്ടായി, മാർക്കറ്റ് മുകളിലോട്ട് പോയി വീണ്ടും തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്നു അല്ലേ? താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം ഡേ ക്യാൻഡിലാണ് പറയുന്നത് ഒരു മേജർ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണിത്. ഓക്കെ, ഇനിയിപ്പം അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 25,466 ഇവിടെ നാളെ മാർക്കറ്റ് ഇന്നൊരു ദിവസം കൂടെ മാർക്കറ്റ് ഉണ്ട്. ചിലപ്പം നാളെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഉള്ള സാധ്യതയാണ് നമുക്ക് കാണാനുള്ളത്. കാരണം വെച്ചാൽ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇന്നലെ 100 പോയിൻറ്റോളം മുകളിലോട്ട് കയറി. പക്ഷേ ഇന്ന് രാവിലെ രാത്രിയായപ്പോൾ തിരിച്ച് വീണ്ടും താഴെ വന്നു. പിന്നെ തിരിച്ചുകൊണ്ട് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയിലെ സംഭവവികാസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു രാത്രിയും കൂടെ നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. ഈ രാത്രിയിൽ അണ്ണൻ എന്ത് വേണമെങ്കിലും പറയാം. അതിനനുസരിച്ച് മാർക്കറ്റ് ബിഹേവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റിയാണ് ഈ പറയുന്നത്. മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 25,466 ഓക്കെ, 25,466 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതുള്ളത് 25,154 ഈ 2 പോയിൻ്റാണ് ഡേ വൈസിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ 2 പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് അവിടെ ഉണ്ട്. ഈ ഹൈയും പിന്നെ അതേണ്ട ഈ ലോയും, ഈ ഹൈയും ഈ ലോയുമാണ് അടുത്ത പ്രധാനപ്പെട്ട ഡേ വൈസിൽ പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം നമ്മുടെ മുന്നിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അല്ല, ഇതും ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പറയുന്ന പോലെ തന്നെ ഈ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഏകദേശം 24,800 ലെവലിലൊക്കെ വരും. അപ്പോൾ ഇത്രയാണ് ഡേ വൈസിൽ നമുക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, നമുക്കിനിയും വീക്കിലി വൈസിൽ വീക്കിലി വൈസിൽ ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ വീക്കിലി വൈസിൽ നോക്കി കേട്ടോ. നമ്മൾ അന്ന് കണ്ടത് ഒരു രണ്ട് റിജക്ഷൻ ക്യാൻഡിലാണ് കണ്ടത്. വീണ്ടും മൂന്നാമത് ഇതേപോലെ തന്നെ നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ തന്നെയാണ് വീക്കിലി നിൽക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ദിവസങ്ങൾ എന്താണ് സംഭവിക്കുന്നുള്ളത് നമ്മൾ ശരിക്കും കീനായിട്ട് വാച്ച് ചെയ്യുക. ഇപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ വീക്കിലി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ഭാഗം അങ്ങ് വിടാം. ഓക്കെ, ഈ ഭാഗം വിടാം. ഇത് നമുക്കിനി വേണ്ട. നമുക്കിനി ഇൻട്രാഡേയിലോട്ട് വരാം. ഇൻട്രാഡേയിലോട്ട് ഇനി വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇൻട്രാഡേയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻട്രാഡേയിലോട്ട് വന്നു കഴിഞ്ഞാൽ 1-2 കാര്യങ്ങൾ കളയാനുണ്ട്. ഇത് നമുക്ക് ഇനിയിപ്പോൾ ഈ ബോക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതും ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക്
ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ, ഇതൊന്ന് കറക്റ്റ് ചെയ്യണം കുറച്ച് മേലോട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മുകളോട്ട് താഴോട്ട് എന്ന് പറയാനുള്ളത്, മാർക്കറ്റ് ഇനി ഇപ്പോൾ നമുക്ക് ഗ്യാപ്പ് ഡൗൺ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 25,472 എന്ന് പറഞ്ഞ ഒരു അടുത്തൊരു ക്രൂഷ്യൽ സപ്പോർട്ടാണിത്. ഇത് ഇച്ചിരി കനത്തിൽ വരയ്ക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഈ ട്രെൻഡ് ലൈൻ്റെ ഒന്നും ആവശ്യം ഇനിയിപ്പോൾ വേണ്ട, അത് പോട്ടെ, അപ്പോൾ വേണമെങ്കിൽ പിന്നെ വരയ്ക്കാം നമുക്ക്. അപ്പം ഇനിയിപ്പം ഇവിടെ സംഭവിക്കാനുള്ളത് നമുക്ക് 25,472 എന്ന് പറഞ്ഞ ഒരു വലിയ വമ്പൻ വേണം കളർ മാറ്റാൻ ഒരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് പൊട്ടിയാൽ പിന്നെ മാർക്കറ്റ് ഫർദറായിട്ട് താഴോട്ട് വരാനുള്ള ലെവലുകളൊക്കെ ധാരാളം ഉണ്ട്. പക്ഷെ നമുക്ക് നോക്കാം നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. 25,472 പൊട്ടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം 25,500 ഏരിയയൊക്കെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നമ്മൾ ടെമ്പററി ആയിട്ട് വരച്ച ഒരു ലൈനാണ്. കഴിഞ്ഞ 2-3 ദിവസത്തെ ഒരു സപ്പോർട്ടിൻ്റെ ബേസിൽ നമ്മൾ വരച്ചാണ്. ഇത് ടെമ്പററിയാണ് ഈ ലൈന്. എങ്കിൽ നമുക്ക് നോക്കാം നാളെ കൂടെ ഈ ലൈൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ നാളെ നമുക്ക് ഈ ലൈന് ഒഴിവാക്കാം. എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ മുന്നിലുള്ള ഒരു ട്രെൻഡ് ലൈനാണ് ഈ പോകുന്ന ട്രെൻഡ് ലൈൻ. ഓക്കെ, ഇത് ഡേ ട്രെൻഡ് ലൈനാണ്. വളരെ ക്രൂഷ്യലായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് മാർക്കറ്റിൽ ശരിക്കും സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈനാണിത്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡ് ഇല്ല. ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രം, ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ നമുക്കൊരു അപ്സൈഡ് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും മാർക്കറ്റ് ഇവിടെ നിന്ന് ഇടിച്ച് ഇങ്ങനെ താഴോട്ട് വരാനുള്ള ടെൻഡൻസി എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഈ മേജർ സപ്പോർട്ടായിട്ട് 25,472 നമുക്ക് കണക്കാക്കാം. നാളെ ഇനി വ്യാഴാഴ്ചയല്ലേ, ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അതിനുശേഷം 25,343 അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട. തൽക്കാലം 472 താഴോട്ട് വരുമോ ഇല്ലയോ നോക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി കഥകൾ നമുക്ക് ചിന്തിക്കാം. തൽക്കാലം നമ്മുടെ മുന്നിലുള്ളത് ഈ ട്രെൻഡ് ലൈനാണ്. താഴോട്ട് പോയാൽ 472, മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 760 റേഞ്ച്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളാണ്. അപ്പം അഥവാ എന്തെങ്കിലും ഒരു പോസിറ്റീവ് മൊമെൻറ്റം നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് മുകളിലോട്ട് കുതിക്കും. മാർക്കറ്റ് പറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തെങ്കിലും പോസിറ്റീവ് സിമ്പിൾ നമുക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നാളെ ഇപ്പോൾ കോടതി വിധി ട്രംപിന് പ്രതികൂലമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, മാർക്കറ്റ് എല്ലാ ഗ്ലോബൽ മാർക്കറ്റും പറക്കും. കാരണം താരിഫ് ഒഴിവായി. അപ്പോൾ പിന്നെ നമുക്ക് വളരെ ഗെയിനാണത്. ഓക്കെ, അപ്പം ന്യൂസുകളായിരിക്കും അടുത്ത ദിവസങ്ങൾ. നാളെ മാർക്കറ്റിനെ ബാധിക്കുന്ന ന്യൂസുകളായിരിക്കും. അപ്പം ക്ലീനായിട്ടും നിങ്ങൾ ന്യൂസുകൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക, എന്താണ് സംഭവിക്കുന്നത് മാർക്കറ്റിൽ നിന്ന്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇത്രയൊക്കെ ഉള്ളു ഇതിനെപ്പറ്റി സംസാരിക്കാം. അപ്പം നാളെ നിങ്ങൾ നോക്കുക, പ്രധാനപ്പെട്ട പോയിന്റ് 25,472 മുകളിൽ ഈ പറഞ്ഞ ട്രെൻഡ് ലൈൻ. ഓക്കെ, നമുക്കിനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്നലെ കുറച്ച് സ്ട്രോങ് ആയിരുന്നു. ഇത് ഇന്നലെ ചുമ്മാ വരച്ച ലൈനാണ്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ കുറച്ച് സ്ട്രോങ് ആണ്. നിഫ്റ്റി വീണ അതുപോലെ മുകളിലൊരു വീഴ്ച ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ഈ റേഞ്ചിനകത്തിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ഈ ബാങ്ക് നിഫ്റ്റി റേഞ്ച് ബ്രേക്ക് ചെയ്യണം. ഒന്നുകിൽ 236 ബ്രേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ 639 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകണം. ഓക്കെ, ഇത് 2 റേഞ്ച് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നാളെ നിങ്ങൾ പിന്നെ HDFCയും ICICI നോക്കുക. HDFC, ICICI, പിന്നെ നമ്മുടെ SBIയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ഡ്യൂപ്പർ റിസൾട്ടാണ്. അപ്പം SBIയും നാളെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അപ്പം HDFC, ICICI, SBI. ഓക്കെ, ഈ 3 എണ്ണത്തിന് നോക്കുക എന്താണ് ഇവരുടെ നിലപാടെന്ന്. ആ നിലപാടിനനുസരിച്ചായിരിക്കും ബാങ്ക് നിഫ്റ്റി പോകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മിഡ് ക്യാപ്പിൻ്റെ കാര്യം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിനകത്തിൽ നല്ലൊരു ഫോള് കിട്ടി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ലൊരു ഫോള് കിട്ടി. അപ്പോൾ ഈ എന്താ ഫോളിന് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSE ഇന്നലെ 50 പോയിൻ്റ് താഴെ പോയി. ഓക്കെ, ഹീറോ മോട്ടോകോപ്പ് 230 പോയിൻ്റ് താഴെ പോയി. ഓക്കെ, ഡിക്സണും 230 പോയിൻ്റ് താഴെ പോയി. അപ്പോൾ എല്ലാവരും നെഗറ്റീവ് വരുന്നത് അവസാനം അവരെല്ലാം വേണം. BSE മാത്രമല്ല രാവിലെ നെഗറ്റീവ്, ബാക്കി എല്ലാവരും ഹീറോ മോട്ടോകോപ്പും ബാക്കി എല്ലാവരെല്ലാം അവസാന നിമിഷമാണ് താഴെ പോയത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു 83 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ നമ്മളിതിനകത്ത് കണ്ടത്. നമുക്കിനിയിപ്പം നോക്കാം. കറക്റ്റ് സപ്പോർട്ട് നമുക്കിവിടെ ഉണ്ട് ഇല്ല, കൃത്യമായിട്ട് പല പ്രാവശ്യം സപ്പോർട്ട് എടുത്ത പോയിൻ്റാണ് 13,468. ഈ 13,468 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് താഴോട്ട് വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ 354 മുകളിൽ നിൽക്കണം. 354 മുകളിൽ നിന്ന് കഴിഞ്ഞാൽ 644 നമുക്കൊരു ടാർഗറ്റായിട്ട് നമുക്കവിടെ ഉണ്ട്. അപ്പം ഇതിനകത്തിൽ HDFC AMC ആണ് നാളെ ശ്രദ്ധിക്കേണ്ടത്. HDFC AMCയും BSE
BSE നാളെ നല്ലപോലെ പെർഫോം ചെയ്യുക. ഈ ഹീറോ മോട്ടോകോപ്പ് വീണത് തിരിച്ച് കയറിയാലും, ഈ BSE വീണത് തിരിച്ച് കയറിയാലും, ഈ ഡിക്സൺ വീണത് തിരിച്ച് കയറിയാലും, ഈ വീണവരൊക്കെ നാളെ തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ നാളെ എന്താ സംഭവിക്കുന്നത്? മിഡ് ക്യാപ്പ് പറക്കും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ഈ സ്റ്റോക്കുകളെല്ലാം നിങ്ങൾ നോക്കിയേക്കുക. BSE, ഹീറോ, ഡിക്സൺ, സുസ്ലോൺ, പോളിക്യാബ്, HDFC AMC, കോഫോർജ്, കുമിൻസ്, ഇതെല്ലാത്തിനും നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നൊരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കുക. അതനുസരിച്ചായിരിക്കും ഈ മാർക്കറ്റ് എങ്ങോട്ട് പോകണം എന്നുള്ള ദിശ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ കോളും പൂട്ടും എടുക്കുകയെന്ന് മാത്രമല്ല, മാർക്കറ്റിനെ ശ്രദ്ധിക്കുക. അതിൽ ട്രേഡ് ചെയ്യുന്ന വെയിറ്റേജ് ഇൻഡെക്സുകൾ എങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നല്ല രീതിയിലുള്ള ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ ഒത്തിരി ബഹളം വെപ്പിക്കുന്നില്ല. നമുക്ക് റിലയൻസിനെ കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. റിലയൻസിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, റിലയൻസ് ഇന്നലെ അവസാന നിമിഷം വരെ റിലയൻസ് പിടിച്ചു നിന്നു. 1459 റിലയൻസിൻ്റെ ഒരു സപ്പോർട്ട്. നാളെ പോസിറ്റീവ് മൊമെൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് തിരിച്ചു കയറും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. 1459 താഴെ പോകത്തില്ല. നാളെ മാർക്കറ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റിലയൻസ് ഉറപ്പായിട്ടും പെർഫോം ചെയ്യും. അത് ഇങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവസാന നിമിഷം വരെ റിലയൻസ് മാർക്കറ്റിനെ നമ്മുടെ നിഫ്റ്റിയെ ഉയർത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു. അവസാന നിമിഷം വരെ ശ്രമിച്ചു. പക്ഷേങ്കിൽ പിന്നാണ് പിടി കിട്ടാത്ത വകുപ്പിലെത്തിയപ്പോഴാണ് പുള്ളി താഴെ പോയത്. എങ്കിലും 1459 ഒരു കട്ട സപ്പോർട്ടായിരിക്കും. ഇവിടുന്ന് മാർക്കറ്റ് എപ്പോഴും റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നാളത്തെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പം നിങ്ങൾ എന്തായാലും നാളെ മാർക്കറ്റിനെ നയിക്കുന്ന ന്യൂസുകളായിരിക്കും. ഓക്കെ, അത് കീനായിട്ട് നിങ്ങൾ ന്യൂസുകൾ വാച്ച് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ നാളത്തേക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.